ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെമ്മീനാണ് കറി വെക്കാൻ പോണത് കേട്ടോ. ഇന്ന് 12 മണിയായിക്കണ് ഞാൻ കറി വെക്കാൻ പോകുമ്പോൾ. എന്താണ് കാരണം വെച്ചാൽ മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വിചാരം ഫ്രിഡ്ജിൽ മീനുള്ള ഓർമ്മയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വെറുതെ ഫ്രിഡ്ജ് നോക്കിയപ്പോഴാണ് തലേ ദിവസം ഞാൻ പൊളിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനിൻ്റെ ഓർമ്മ വന്നത് കേട്ടോ. തീരെ ഓർമ്മ വെച്ച് എനിക്ക് തീരെ ഓർമ്മയില്ല മീൻ വീട്ടിലുള്ളത് കാര്യം കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചതാണല്ലോ. അപ്പോൾ അത് ചെമ്മീൻ മുളകിടാന്ന് വെച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോന്ന്. അതുവരെ ഞാൻ വല്ല തക്കാളി കൂട്ടാനോ പിന്നെ വേറെ എന്തെങ്കിലും ഉണക്കലോ കോഴിമുട്ടൊക്കെ പൊരിക്കണം വെച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്താണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് ഒരു സാധനം വെച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇത് എവിടെ വെച്ചത് എന്നുള്ളത് പിന്നെ ഞാൻ മക്കളോടൊക്കെ പറയലാണ്. ഞാൻ വെക്കുന്ന സ്ഥലം അവരോടും കൂടി പറയും, ഇവിടെ ഉണ്ടാവും ഇന്ന സാധനം, എനിക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിച്ച് തന്നുകൊണ്ടിരുന്നിട്ട്. അത്രയ്ക്ക് വലിയ ഓർമ്മയാണ് എനിക്ക്. അപ്പോൾ ഞാനിതാ അങ്ങനെ ചട്ടിയൊക്കെ വെച്ചെടുത്തിട്ട് ആദ്യം തന്നെ കുറച്ച് ഉലുവ ഇട്ടെടുത്തിരിക്കുന്നു കേട്ടോ. ഈ ചെമ്മീൻ കറി നല്ല ടേസ്റ്റാണ്. നമുക്ക് പിന്നെ വേറെ ഒരുപാട് കറികളൊന്നും വേണ്ട. ഈ ചെമ്മീൻ കറിയും പപ്പടവും മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ടേസ്റ്റിൽ ചോറ് കഴിക്കാം. എത്ര ചോറ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് സൈഡ് ഡിഷായിട്ട് നമുക്ക് ഈ ചെമ്മീൻ കറി ഉപയോഗിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിത് കുറച്ച് കുറുന്നനായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉലുവ പൊട്ടിച്ചതിൻ്റെ ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴുകാത്തൊന്നുമല്ല കേട്ടോ, നല്ല കഴുകിയത് ഞാൻ മരത്തുമെന്ന് പൊട്ടിച്ചിട്ട് കൊടുന്ന് വെച്ചപാടാണ് പിന്നെ ഇലഞ്ഞ്. ചിലവരൊക്കെ കമൻറ്റ് ചോദിക്കും പിന്നെ ഇത് കഴുകിയിട്ടില്ലേന്നൊക്കെ ചോദിക്കും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടിയാൽ മതി. പച്ചമുളകിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് ആ വെളിച്ചെണ്ണയ്ക്ക് ഇറങ്ങി വരണം. എന്നിട്ട് ഞാനൊരു 2 സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാളക്ക് പകരം ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ എനിക്കിപ്പോൾ ടൈമില്ലായിരുന്നു. 12 മണി കഴിഞ്ഞിരിക്കണമല്ലോ. ഒരു 1:30 ആകുമ്പോഴത്തേന് എങ്ങനെയായാലും ചോറൊക്കെ കഴിക്കാൻ മക്കളൊക്കെ വരുന്നതല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് അരിയാനുള്ള എളുപ്പത്തിൽ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ലോണം വഴറ്റിയിട്ട് കൊടുക്കുക. ഇത് നല്ലോണം വഴറ്റിയിട്ട് വെച്ചാൽ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. ഒന്ന് വഴറ്റിക്കാണ്ട് നമ്മൾ കുറച്ച് നേരം മൂടി വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം വഴഞ്ഞ് വന്നോളും. അത് വഴറ്റിയിട്ടൊരു 3/4 ഭാഗമാകുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും നല്ലോണം വാടി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എപ്പോഴും പറഞ്ഞ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാരോട് വീഡിയോ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതാ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. മൂടി വെച്ചിരുന്ന് അതൊന്ന് തുറന്ന് നോക്കിയപ്പോഴും നല്ല പാകമായിട്ട് വന്നിക്കണം. തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് അലിഞ്ഞ് വരണം. ഇതിലേക്ക് നമുക്ക് കുടംപുളിയോ സാദാ പുളിയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ വാളംപുളി തന്നെയാണ് പിഴിഞ്ഞ് വയ്ക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ പൊടികൾ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളകും പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടി ഇല്ലായിരുന്നു. പെരുംജീരകം പൊടിക്കാനുണ്ട് കേട്ടോ, ഞാൻ മടി കൊണ്ട് പൊടിച്ചിട്ടില്ല. അതാണ് സംഭവം. അപ്പോൾ പെരുംജീരകത്തിന് പൊടിയും കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതുപോലെ കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ചെമ്മീൻ കിട്ടുമ്പോൾ നമ്മളിതുപോലെ വെക്കും കേട്ടോ. പിന്നെ ഈ വെള്ള ചെമ്മീനെക്കാട്ടി നല്ല രുചി ഉണ്ടാവല് ചുവന്ന ചെമ്മീനാണ്. ചുവന്ന ചെമ്മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി വെച്ചിട്ടുണ്ടായാലും പൊരിച്ചിട്ടുണ്ടായാലൊക്കെ. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ എനിക്ക് പൊരിച്ചതിനോട് അത്ര ഇഷ്ടമില്ല കേട്ടോ. റോസ്റ്റൊക്കെ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. ഇവിടെ മക്കൾക്ക് പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ചെമ്മീൻ പൊരിക്കണമുണ്ട്. അതൊന്നും പിന്നെ ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു വന്നില്ലേന്ന്. അപ്പോൾ ഇങ്ങനെ ചെമ്മീൻ കറി ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് പതച്ച് വന്നിക്കണ്. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉപ്പ് കുറയണ മാതിരി തോന്നും. അപ്പോൾ പുളി ഒഴിച്ചതിന് ശേഷം
ഉപ്പുണ്ടാന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ചെമ്മീനൊക്കെ നല്ലോണം തൊലിച്ച് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ, ഓർമ്മയില്ലാതെ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നതാണ്. അപ്പോൾ ഞാൻ ചെമ്മീൻ ഇട്ടുകാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ബാക്കി ചെമ്മീൻ ഞാൻ കുറച്ച് മക്കൾക്ക് പൊരിച്ച് കൊടുക്കാച്ചിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് രാത്രിക്കൊക്കെ ഉച്ചക്കൊക്കെ ചെമ്മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ മീനൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എടുത്തുകാണ്ട് പൊരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. ഉച്ചക്കത്തെ കാര്യമല്ല ഫസ്റ്റ് നടക്കണേ. പിന്നെ ഇത് ചക്കയാണ് കേട്ടോ. ഇത് ഒരു 3-4 മാസമായിട്ടുണ്ടാവും ഞാൻ ഫ്രീസറിൽ വെച്ചതേന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചക്ക തിന്നാനൊരു പൂതി. അപ്പോൾ ഞാനെടുത്ത് പുറത്ത് വെച്ചതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ പോയിക്കാണ്ട് ചെയ്ത പണിയാണ് കേട്ടോ. അതൊക്കെ കുറേ മടക്കാനുണ്ടായിരുന്നു. എനിക്ക് മടക്കണ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലടീന് സമയമുള്ള ഒരു പരിപാടി ഉള്ളത് ഡ്രസ്സ് മടക്കി വെക്കലാണ്. പിന്നെ ഇതാ ഇന്ന് തിരുമ്പി വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഇതിനി മേലെ കൊണ്ടുപോയിട്ട് തോരടണം. പുറത്ത് തോരടലില്ല. അപ്പോൾ മഴ അതിന് ശേഷം പിന്നെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ മേലെയാണ് തോരടൽ. അവിടെ ഷീറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ മഴ നനയൂല, ഉണങ്ങിയാലും എടുത്തു കൊടുത്താൽ മതി. പിന്നെ അത് ചക്കൊക്കെ നല്ലോണം ഐസൊക്കെ വിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരിക്കണം. നല്ല മധുരം ഉണ്ട് കേട്ടോ ചക്ക. ഇപ്പം എല്ലായിടത്തും ഒരുവിധമൊക്കെ ചക്ക കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ചക്ക ഉള്ള അന്ന് ഫ്രീസറിൽ ഞാൻ വെച്ചതായിരുന്നു. അപ്പോൾ അതാ നമ്മളെ ചെമ്മീൻ കറി നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിക്കണ്. ഇത് മാത്രം മതി കേട്ടോ. ഇത് പിറ്റേ ദിവസത്തേക്ക് എടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ മോന് ബുൾസൈയും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ 2 ബുൾസൈയും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചോറിക്ക്. ഉപ്പേരിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉപ്പേരിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോഴിമുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളോട് പറയണ്ട കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും ചിലവുള്ളൊരു കാര്യം കോഴിമുട്ടക്കാണ്. ദിവസം 10 കോഴിമുട്ട കൊടുന്നാലും തികയാത്ത മാതിരി ആവട്ടെ. ബുൾസൈ അടിച്ചിട്ടും പൊരിച്ചിട്ടും ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടും ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിലും അതൊക്കെ കഴിച്ചോളും. അപ്പോൾ ഇതാ ഞാൻ അവനക്ക് 2 ബുൾസൈയും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. മക്കളെ ഇഷ്ടമല്ലേ നമ്മൾ, അവർ എങ്ങനെയാണോ ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതേമാതിരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയായിക്കാരം ചോറ് കഴിക്കാൻ. അപ്പോൾ ഒരാൾ സ്കൂൾ വിട്ട് വരുന്ന നേരെ ഇരിക്കണം. ഇത് വെള്ളിയാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാ ഇത്രയൊക്കെയാണ് കേട്ടോ വീഡിയോ ഉള്ളൂ. ചെമ്മീൻ കറിയും ചെമ്മീൻ പൊരിച്ചതും പപ്പടും 2 ബുൾസൈ ഉണ്ടായി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.